പക്ഷെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചിരുന്ന ഉന്നത ജാതിക്കാരെ ബ്രാഹ്മണർ മഹാത്മാ ഛത്രപതി സാഹുജി മഹാരാജാവിന്റെ കിരീടദാനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞത് നിങ്ങൾ ശൂദ്രനാണ്, നിങ്ങളുടെ കിരീടദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ബ്രാഹ്മണരായി നിങ്ങൾക്ക് തയ്യാറല്ല. ഈ രാജ്യത്തെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി അധികാരത്തിന്റെ അപ്പകർഷ അല്ലെങ്കിൽ അധികാരത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടിവെച്ച അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു വന്ന ബ്രാഹ്മണർ ആ രാജ്യത്തെ നാട്ടുരാജാവിന്റെ കിരീടധാരണത്തിന് പോലും തയ്യാറായില്ല എന്നുള്ള വിചിത്രമായ വസ്തുത ഈ രാജ്യത്തെ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥയുടെ മുന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ എത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന അദ്ദേഹത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മഹാത്മാ ജ്യോതിറാവ് ഛത്രപതി സാഹുജി മഹാരാജ് അന്ന് മുതൽ ബ്രാഹ്മണർക്കുള്ള എല്ലാ സൗകര്യങ്ങളും വെട്ടിക്കുറച്ചു. എല്ലാ സൗകര്യങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാജ്യത്ത് 1902 ജൂലൈ 26-ാം തീയതി ആദ്യമായി 50% സംവരണം അദ്ദേഹത്തിന്റെ നാട്ടുരാജ്യത്ത് നടപ്പിലാക്കുന്നു. ഈ സംവരണ വ്യവസ്ഥയിൽ നിന്നാണ് മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സംവരണം വെട്ടിച്ചേർക്കുന്നത്. 63 കൊല്ലക്കാലമായി രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഓരോരുത്തരായിട്ട് ഓരി വെച്ചെടുക്കുകയായിരുന്നു. നമുക്ക് പല സംരക്ഷകന്മാരും ഉണ്ടായിരുന്നു. കോൺഗ്രസ് നമ്മളെ അങ്ങനെ സംരക്ഷിച്ച് അത്യാവശ്യം ഈ കോലത്തിലൊക്കെ ആക്കി തീർത്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരും സാധ്യമാകുന്ന രീതിയിൽ സംരക്ഷണം നടത്തി. തുടർച്ചയായ 30 കൊല്ലം ഒന്നിച്ച് അധികാരം കൊടുത്തപ്പോ ബംഗാളിൽ നിന്ന് നമ്മൾ കേട്ടു പട്ടികജാതിക്കാരെക്കാൾ പിന്നിലാണ് ബംഗാളിലെ മുസ്ലിങ്ങൾ എന്ന്. കമ്മ്യൂണിസ്റ്റുകളുടെ സേവനവും നമ്മൾ കണ്ടു.